ഹലോ ഗൈസ്, മഹാലക്ഷ്മി പുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മി വന്ന് കണ്ണന്റെ കാലുകളിലൊക്കെ തൊട്ട് ആ ഒരു എന്താ പറയാ ശരിക്കും അനുഭവിക്കുകയാണ് നമ്മുടെ കണ്ണന്റെ കാലുകൾ അനങ്ങുന്നത്. ഇങ്ങനെ വിരലുകൾ തൊട്ടുകൊണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മി ഭയങ്കര സന്തോഷവതിയാണ്. അപ്പൊ അനന്തുവാണ് പറയുന്നത്, ഒരു ചെറുപ്പക്കാരനാണ് നമ്മുടെ കണ്ണന്റെ ജീവൻ രക്ഷിച്ചതെന്ന്. അങ്ങനെ തന്നെ നമ്മുടെ മഹാലക്ഷ്മി എനിക്ക് അദ്ദേഹത്തെ ഉടനെ തന്നെ കാണണം, നന്ദി പറയണം എന്നും പറഞ്ഞിട്ട് ഓടി പോകുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോൾ, ആ മുറിയിൽ ചെല്ലുമ്പോൾ പക്ഷെ അദ്ദേഹം അവിടെ നിന്നും ഓൾറെഡി പോയിട്ടുണ്ടാവേ. അതിന് പിന്നാലെ നമ്മുടെ വൈദ്യന്റെ അടുത്ത് കയറി, തോമസ് വൈദ്യന്റെ അടുത്ത് കയറി ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഈ തോമസ് വൈദ്യൻ പറഞ്ഞ അടയാളങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ മഹാലക്ഷ്മിക്ക് ഒരു സംശയം, തന്നെ അന്ന് അപകടത്തിൽ നിന്നും രക്ഷിച്ച ആ ഒരു ചെറുപ്പക്കാരൻ തന്നെയാണോ ഈ മാർക്കോ എന്നുള്ളൊരു സംശയം കേട്ടോ. അങ്ങനെ തന്നെ നമ്മുടെ മഹാലക്ഷ്മി തിരികെ ഇവരുടെ അടുത്ത് വരികയാണ്. അപ്പൊ ഇവിടെ നമ്മുടെ അനന്തവും ലേഖയും നമ്മുടെ കണ്ണനൊക്കെ ഉണ്ടാവുകയും അപ്പൊ നമ്മുടെ അനന്തവും ലേഖ എല്ലാവരും ഭയങ്കര ഹാപ്പി ആട്ടോ. കാരണം കണ്ണൻ ആ ഒരു പൂർണ്ണ ആ ഒരു ആരോഗ്യത്തിലേക്ക് വന്നാൽ പിന്നെ കണ്ണൻ ഉണ്ടാവുന്ന കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ തന്നെയാണല്ലോ, പിന്നെ ഞങ്ങൾക്ക് സങ്കടപ്പെടേണ്ടി വരില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ കാട് കയറി ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് നമ്മുടെ മഹാലക്ഷ്മി വരുന്നുണ്ട്. പിന്നീട് മഹാലക്ഷ്മി വരുമ്പോൾ നമ്മുടെ അനന്ത് പറയുന്നുണ്ടോ, ഇനി നിങ്ങൾക്ക് ഈ സ്വകാര്യമായിട്ട് എന്തെങ്കിലും സംസാരിക്കാനൊക്കെ ഉണ്ടാവില്ലേ, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ ദിവസമല്ലേ ഇതെന്നൊക്കെ പറഞ്ഞ് നമുക്ക് പോകാം ലേഖയെന്നും പറഞ്ഞ് നമ്മുടെ അനന്തും ലേഖയും കൂടെ അവിടെ നിന്നും പോകുന്നുണ്ട്. പിന്നീട് നമ്മുടെ മഹാലക്ഷ്മി ആണെങ്കിൽ ഫുൾ ടൈം ഇപ്പൊ ആ ഒരു മാർക്കോ ആ ചെറുപ്പക്കാരൻ ആരാണ് എന്നുള്ളൊരു ചിന്തയിൽ തന്നെയാട്ടോ. അപ്പൊ നമ്മുടെ കണ്ണൻ ചോദിക്കുന്നുണ്ട്, താൻ എന്ത് ഇത്ര ആലോചിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട്, എനിക്ക് ആ ഒരു ഭയങ്കര സംശയമുണ്ട് കണ്ണേട്ട, അന്ന് എന്നെ രക്ഷിച്ചതും ഇദ്ദേഹവും ഒരാൾ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അന്ന് എന്നെ രക്ഷിച്ച ആൾക്ക് എന്റെ ഡീറ്റെയിൽസ് ഫുൾ അറിയാമായിരുന്നു കണ്ണേട്ട. അതെങ്ങനെയാണ്, ഇദ്ദേഹം തന്നെ ആയിരിക്കുമോ അദ്ദേഹം ഇനി നമ്മളെ തന്നെ പിന്തുടർന്ന് വന്നതായിരിക്കുമോ എന്നൊക്കെ നമ്മുടെ മഹാലക്ഷ്മി നൂറ് ചോദ്യങ്ങൾ നമ്മുടെ കണ്ണനോട് ചോദിക്കുന്നുണ്ടേ. ശരിയാണല്ലോ, ഈ മാർക്കോയ്ക്ക് മഹാലക്ഷ്മിയുടെ പേരും ഡീറ്റെയിൽസ് ഒക്കെ എങ്ങനെ അറിയാം അല്ലെ? ഇനി നമ്മുടെ മഹാലക്ഷ്മിയുടെ കല്യാണത്തിന് മുമ്പ് നമ്മുടെ മാർക്കോ ഒളിഞ്ഞും തെളിഞ്ഞും നിന്ന് സ്നേഹിച്ചതാണോ അല്ലേ? അങ്ങനെയും ഒരു കഥ വരാം അല്ലേ കൂട്ടുകാരെ. എന്തായാലും നമുക്ക് കാത്തിരുന്നതിനെ കാണാട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.